റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രമുഖരായ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് വിപുലീകരണത്തിന് 250 കോടി രൂപയുടെ സമാഹരണ ലക്ഷ്യവുമായി ഓഹരി വിപണിയിലേക്ക്. ഓഫർ ഫോർ സെയിൽ ഇല്ലാതെ പൂർണ്ണമായും പുതിയ ഷെയറുകൾ നൽകുന്ന വിധം IPOയ്ക്ക് സെബിക്ക് രേഖകൾ സമർപ്പിച്ചു. വീഗാർഡ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. വോഡാഫോൺ ഐഡിയയുടെ കുടിശ്ശികയിൽ നല്ലൊരു പങ്ക് ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷ തെറ്റിച്ച് തിരിച്ചടവ് തുടങ്ങാൻ 5 വർഷ സാവകാശം കൂടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ. 87,695 കോടി രൂപയുടെ കുടിശ്ശികയാണ് പുനഃക്രമീകരിച്ചത്. തീരുമാനത്തിന് പിന്നാലെ ഓഹരി വില ഒറ്റയടിക്ക് ഇടിഞ്ഞത് 15%. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയ്ക്ക് ക്ലെയിം അനുവദിച്ചതിൽ വളർച്ച 11%. 3.25 കോടി ക്ലെയിമുകളിലൂടെ നൽകിയത് 94,248 കോടി രൂപയെന്ന് നിയന്ത്രണ അതോറിറ്റി റിപ്പോർട്ട്. ഇതിൽ 2/3 തുകയും ക്യാഷ്ലെസ് സെറ്റിൽമെന്റ്. ഡെലിവറി പാർട്ട്ണർമാർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് സൊമാറ്റോ, സ്വിഗ്ഗി. പുതുവത്സര വേളയിലെ പണിമുടക്ക് പ്രഖ്യാപനത്തിന് ഇടയിലാണ് ഇത്. ട്രംപാഘാതം നേരിടുന്ന കയറ്റുമതി മേഖലയ്ക്ക് 4,531 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിയുടെ ആദ്യഘട്ട മാർഗനിർദ്ദേശം വിജ്ഞാപനം ചെയ്ത് കേന്ദ്രം. വിദേശ വിപണി സാമീപ്യത്തിനും MSMEകൾക്കും ഊന്നൽ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.